കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. വടികൊണ്ടവനെ അടിക്കുന്നതിനാൽ വടികൊണ്ടടിക്കണം. ശാസിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം. ഇത് വേറെ പുസ്തകത്തിന്റെ പ്രമാണമാണ്. വേദപുസ്തകം ശക്തമായി ഓർപ്പിക്കുന്നത് ശിക്ഷിച്ച് വളർത്തണം. വിശുദ്ധ തിരുവചനത്തിൽ രണ്ട് വിധത്തിൽ ശിക്ഷ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ രണ്ടുപേരും ശിക്ഷിക്കുന്നു. ഒന്ന് കർത്താവിന്റെ ശിക്ഷയും, രണ്ട് ജഡസംബന്ധമായ പിതാവിന്റെ ശിക്ഷയും. ഈ മൈക്ക് അങ്ങോട്ട് സാറായിക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വായിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും വായിക്കണം, 9-ാം വാക്യവും. അതിനകത്ത് രണ്ടുപേരുടെ ശിക്ഷയും പ്രയോഗമുണ്ട്. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവിടെ കർത്താവ് ശിക്ഷിക്കുന്നു എന്നാണ് 5-ാം വാക്യം. 9-ാമത്തെ വാക്യം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ ശിക്ഷിച്ചു. അപ്പൊ രണ്ട് വിധത്തിലുള്ള രണ്ടുപേരുടെ ശിക്ഷ. ഒന്ന് കർത്താവിന്റെ ശിക്ഷയും, രണ്ട് ജഡസംബന്ധമായ പിതാവിന്റെ ശിക്ഷ. അതെ, ഒറ്റ വാക്കിൽ പറഞ്ഞ ഭാഗം വിട, ഒരു വാക്കിൽ പറയേണ്ടതല്ല, ഒന്നും രണ്ടും വാക്ക് തീരുന്നതുമല്ല. കർത്താവിന്റെ ശിക്ഷ. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. നമ്മളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം നമ്മളെ കൗലടയന്മാരാ. കർത്താവ് ശിക്ഷിക്കുമ്പോ ഓർത്തോണം കർത്താവിന് നിന്നെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. നീ ദൈവ പൈതല. ചിലര് അബദ്ധം കൊണ്ടായി പറയുന്നത്, ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട്. എനിക്ക് തോന്നുന്നില്ല ജിനു ഓടിച്ചെന്ന് അപ്പുറത്തെ വീട്ടിലെ കൊച്ചനെ തല്ലുവന്നു. അങ്ങനെ എങ്ങാനും തല്ലുന്നുണ്ടെങ്കിൽ ജിനുവിനെ നാക്കടെ കൊണ്ടുപോകണം ആദ്യം. അവിടെ ഒക്കുന്നില്ല, പിന്നെ വേറെ സ്ഥലമുണ്ട്. എന്നാൽ ഇവിടുത്തെ ഇയാനെ ശിക്ഷിക്കും മകനായതുകൊണ്ട്. കർത്താവ് നിന്നെ ശിക്ഷിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചോണം. അത് നിന്ന് പ്രസംഗിക്കണമെന്നുണ്ട്. അപ്പൊ കർത്താവ് എന്തിനാ ശിക്ഷിക്കുന്നേ? അതിന്റെ ആൻസർ വിശദീകരിക്കുന്നില്ല. 10-ാം വാക്യം വായിച്ച അതിന്റെ ആൻസർ കിടപ്പുണ്ട്. അവർ ശിക്ഷിച്ചത് 10-ാം വാക്യം വായിച്ചോ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും തൽക്കാലത്തേക്കും. അടുത്ത വാക്യം, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്. അവനോ, കർത്താവിന്റെ ശിക്ഷയെ പറ്റി, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അവിടുത്തെ വിശുദ്ധി പ്രാപിക്കുവോളം നമ്മുടെ ഗുണത്തിനാണ്. ദൈവം ഉദ്ദേശിക്കുന്ന അളവിലും ഉദ്ദേശത്തിൽ നാം ആകുന്നത് വരെ നമ്മളെ ശിക്ഷിക്കും കർത്താവ്. അന്നേരം അലക്കുകയും ചെയ്യരുത്. ബന്ധനവാ, കൂടോത്രമാ, അവര് ചെയ്തതാ, ഇവര് ചെയ്തതാ, മിണ്ടിപ്പോകരുത്. സന്തോഷത്തോടെ സഹിച്ച് നമ്മുടെ ഗുണീകരണത്തിന് അവിടുത്തെ വിശുദ്ധി പ്രാപിക്കുമോ. സ്തോത്രം. ദൈവം എന്നെ മാത്രമേ, ഈ കുടുംബത്തിൽ എന്നെ മാത്രമേ ഇങ്ങനെ ശിക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമാ ഈ ശിക്ഷ. ഈ കുടുംബത്തെ കർത്താവ് സ്നേഹിക്കുന്നു. സ്തോത്രം. അതാണ് വേദപുസ്തകത്തിലെ ഉപദേശം. അപ്പൊ കർത്താവിന്റെ ശിക്ഷ ഇനി അതങ്ങ് വിട്ടേക്കാം. അവിടെ ജഡസംബന്ധമായ പിതാക്കന്മാരുടെ ശിക്ഷ. അപ്പോ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. ഞാന് രാവിലെയും വൈകിട്ടും എല്ലാം വചനം ഇങ്ങനെ ധ്യാനിച്ച ഭാഗമൊക്കെ നോക്കിയപ്പം 1-2 കാര്യങ്ങള് ഒന്ന് ഓർപ്പിച്ച് പെട്ടെന്ന് അംഗീകരിക്കാം. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. സ്തോത്രം. കുഞ്ഞുങ്ങളെ എപ്പോഴാ ശിക്ഷിച്ച് വളർത്തണ്ടേ? എപ്പോഴായി ശിക്ഷിക്കേണ്ടത്? ശിക്ഷ എപ്പോ തുടങ്ങണം? ചെറുപ്പത്തിലെ ശിക്ഷ തുടങ്ങണം.
18 വയസ്സായപ്പോ ചൂരൽവടിയായിട്ട് ഓടുക മോന്റെ പുറകെ. അതിനിടത്തെ കൈക്ക് പിടിച്ചു മേടി ചൊടിച്ചേച്ച് പൊക്കോളാൻ പറഞ്ഞ. ചെറുപ്പത്തിലേ ശിക്ഷിക്കണം. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചേ, സദൃശവാക്യം തന്നെ എടുത്തേ പെട്ടെന്ന്. അതിന്റെ സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കാം. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ചെറുപ്പത്തിലേ ശിക്ഷിക്കണം. പ്രായമുള്ളവരെ ഒരു പഴഞ്ചൊല്ല് പറയും, നിങ്ങൾക്ക് പറയാം, ഈ കതിരെ കൊണ്ട് വളം വെക്കരുത്. കതിരെ കൊണ്ട് വളം വെക്കരുത്, പ്രയോജനം വരികയില്ല. നിങ്ങൾ കാവും ഭാഗവും ഒക്കെ ഉള്ളവർക്കും കൃഷിയൊക്കെ കുറച്ചറിയാം. ഇവിടെ ഇപ്പോഴല്ലേ വെച്ചാൽ കൃഷി ഇല്ലാതുള്ളു. പണ്ട് കൃഷി ഉള്ളതല്ല. കതിരെ കൊണ്ട് ചെറുപ്പത്തിലേ ശിക്ഷിക്കണം. സ്തോത്രം വേണ്ടേ? ചെറുപ്പത്തിലെ ശിക്ഷിക്കണം. ഉദാഹരണം പറയാം. എന്നോട് നോക്കാം. ഈ നല്ല ഒരു കൃഷിക്കാരൻ, ഞാൻ എപ്പോഴും പറയുന്നതാ, നല്ല കൃഷിക്കാരൻ കിഴക്കനാട്ടിലെ കാച്ചില് നടും. അപ്പൊ ഈ കാച്ചില് പല ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ആഞ്ഞിലി മൂടൻ. അത് അതിന്റെ പരുവത്തിന് ചെത്തിയെടുത്ത് പണ്ട് ചാണകമൊക്കെ തൂത്ത് വെയിലത്ത് വെച്ച് ഉണക്കി പണ്ടൊക്കെ ഇരുട്ടുള്ള മുറി കൊണ്ട് വെക്കും. അപ്പൊ അവിടെ ഇരുന്ന് കിളിപ്പ് പൊട്ടും. എനിക്ക് വലിയ അറിവൊന്നുമില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പൊ ഈ നല്ലൊരു കൃഷിക്കാരൻ അതിനെ കുഴിയെടുത്ത് ചപ്പും വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് ഇത് അതിനകത്ത് വെച്ച് മണ്ണിട്ട് എല്ലാം മൂടി ക്രമപ്പെടുത്തി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നാമ്പ് വരും. പിന്നെ 2 ദിവസം, അല്പ ദിവസം കഴിയുമ്പോൾ 2 ഇല, പിന്നെ ചില ദിവസം കഴിയുമ്പോൾ 2 ഇലയും കൂടെ, 4, പിന്നെ 2 ഇല, 6. അല്പം കഴിയുമ്പോൾ വള്ളി വീശും. അപ്പൊ നല്ല കൃഷിക്കാരൻ വള്ളി അങ്ങോട്ട് വീശുന്നത് കാണുമ്പം അല്പം അകത്തി ഒരു അലകിന്റെ കമ്പോ തത്തുല്യമായ കമ്പ് അടിച്ച് താത്തേച്ച് അവിടെ നിന്നൊരു ഈ പിണിക്കയർ കെട്ടുന്നതാണ് നല്ലത്. പിണിക്കയറാണ് നല്ലത്. പണ്ട് കട്ടിലിന്റെ പിണിക്കയർ അതാകുമ്പോ കയറി പിടിച്ചോളൂ. പ്ലാസ്റ്റിക് ആകുമ്പം എത്ര പോരാ. പിണിക്കയറ് ആ കുറ്റിയിലൊന്ന് കെട്ടിയേച്ച് നേരെ ആഞ്ഞിലിലോട്ട് കൊടുത്തേക്കണം. എന്നിട്ട് താഴെ വീശി കിടക്കുന്ന വള്ളി ഈ കയറിലോട്ടൊന്ന് ചുറ്റിച്ചേക്കണം. കയറി പൊക്കോളൂ. നേരെ അത് ആഞ്ഞിലിലോട്ട് കയറും. അത് കയറി അങ്ങ് പടന്നോളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അന്ന് ചൂടും പരിസരമൊക്കെ നോക്കിയാൽ മതി. എനിക്കതിന്റെ ശാസ്ത്രീയ വശം എന്ന് പറയത്തില്ല, പഴമക്കാരാ അവിടെ നിനക്ക് നന്നായിട്ട് അറിയാം. ഈ മേളിലോട്ട് വള്ളി പോകുന്നതിനനുസരിച്ച് കാച്ചിന് വലിപ്പം കൂടുവന്ന, ഇത് മേളിലോട്ട് കയറി പോകുന്നതനുസരിച്ച് താഴോട്ട് നല്ല. അപ്പൊ ഇത് ചെയ്തു കൊടുക്കണം, നല്ല ഫലമായിരിക്കും. ചിലരെ കാച്ചിന് നട്ടേച്ച് ആ ഏരിയയിലോട്ട് പോകുകയല്ല. കാച്ചിന് നട്ടേച്ച് പുള്ളി ഇങ്ങനെ നടക്കുക. അതവിടെ കിടന്ന് വള്ളി വീശി അങ്ങരിക്കുമ്പോ തെങ്ങന്ന് ഓല വീണു. ഓലമടൽ എടുക്കാൻ പോലും ഒരു കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ആ മടലെ കയറി വള്ളി കയറി ചുറ്റി 5 ആഴ്ച കഴിഞ്ഞപ്പം അടുക്കളയിരുന്ന് അമ്മ പറഞ്ഞു, മോളെ ഡെയ്സി ആ ഓലമടൽ ഇങ്ങ് വലിച്ചോണ്ട് പോകാൻ നമുക്ക് അടുപ്പയിൽ നിന്ന്. അവൾ അതിന്റെ തുഞ്ചാണിയെ പിടിച്ച് വലിച്ചപ്പോ കാച്ചിൽ മൂടോടെ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നല്ല കൃഷിക്കാരൻ അതിനാവശ്യമുള്ള കാര്യം ക്രമീകരിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചാലൊരുക്കി കൊടുക്കണം. നമ്മുടെ ഹബ്രോ സഭയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ചാലുണ്ട്. കുഞ്ഞുങ്ങൾ ആ ചാല് കുടങ്ങ് പോയാൽ മതി. ദൈവത്തിന് മഹത്വം. അപ്പൊ ഓടിച്ചവസാനിപ്പിക്കാം. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം. ഒന്നുകൂടെ വാക്യം വായിച്ചേ. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി എന്നുവരെ ശിക്ഷിക്കണം? എന്നൊരു സമയമില്ലേ? എന്നും അങ്ങ് ശിക്ഷിച്ചോണ്ടിരിക്കാൻ പറ്റുമോ?
ശിക്ഷിക്കണം. പുസ്തകം പഠിപ്പിക്കുന്നത് പ്രത്യാശ ഉള്ളിടത്തോളം ശിക്ഷിച്ചോണം. വായിച്ചേ സദൃശവാക്യം തന്നെ അതിന്റെ 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം. അതാ അതിന്റെ വ്യവസ്ഥ. പ്രത്യാശ ഉള്ളിടത്തോളം മകനെ ശിക്ഷിക്കണം. സ്തോത്രം. അപ്പം ശിക്ഷ എപ്പോ തുടങ്ങണം? ചെറുപ്പത്തിലേ തുടങ്ങണം. എന്നുവരെ ശിക്ഷിക്കണം? പ്രത്യാശയുള്ളിടത്തോളം. ഇനി ശിക്ഷിക്കേണ്ട വിധമുണ്ട്. അത് ബാബുക്കുട്ടിച്ചാൻ പറഞ്ഞു, വടി കൊണ്ടടിക്കണം, ഒലക്കൊക്കെ അടിക്കരുത്. 23-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചേ സദൃശവാക്യം. വടി കൊണ്ടവനെ അടിക്കുന്നതിനാൽ വടി കൊണ്ടടിക്കണം. കപ്പ ഇളക്കുന്ന തുടുപ്പിന് പിള്ളേരെ തല്ലരുത്. കപ്പ ഇളക്കൊണ്ട് നമുക്ക് ഒറ്റ അടി. എന്നിട്ട് മളന്ന് വന്നാ നിന്നെ കോടാലി കൈ കടിക്കും. മനസ്സിലായില്ല? വടി കൊണ്ടടിക്കണം. ചൂരവടി ഇഷ്ടം പോലെ മേടിച്ചു വെച്ചതല്ലേ, അതതിന്റെ ചെറിയ വടി. ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. പുള്ളി ഈർക്കലി കൊണ്ടേ അടിക്കുള്ളൂ. അത് 4 ഈർക്കലി ചീകി കൂട്ടിക്കെട്ടി. പുള്ളി വളരെ നല്ല മനുഷ്യനാണ്. അത് കൂട്ടിക്കെട്ടി പിള്ളേർ തെറ്റ് ചെയ്താൽ പിള്ളേര് ആഹാരമെല്ലാം കഴിച്ച് അതിന് മുന്നേ അടിക്കുകയല്ല. അങ്ങനെ നേരത്തെ അറിയും ഇന്ന് തെറ്റ് ചെയ്തെന്ന്. നാമജപമെല്ലാം കഴിഞ്ഞ് ആഹാരവും കഴിഞ്ഞ് വിളിച്ചു നിർത്തി വളരെ ലോക്യമായിട്ട് കാര്യമെല്ലാം പറഞ്ഞ് എന്നിട്ട് ചോദ്യം ചോദിക്കുന്നത്. പുള്ളി വളരെ സൗമ്യനാണ്. ചോദ്യം എല്ലാം ചോദിച്ച് ഇന്ന കാര്യങ്ങൾ തെറ്റി. അപ്പൊ പുള്ളിയെ കൊണ്ട് തന്നെ ആ ഈർക്കലി എടുപ്പിച്ച് ഇന്ന കാര്യത്തിന് ആ തല്ലുന്നെന്നും നമുക്ക് അത്ര ഒന്നും സഹിഷ്ണുത അങ്ങനായിരുന്നു പുള്ളിയുടെ ശിക്ഷാ നടപടി. അവര് പിന്നെ തെറ്റ് ചെയ്യത്തുമില്ല. മനസ്സിലാകെ ഇന്ന കാര്യത്തിനാണ്. ചില പിള്ളേരെ തന്നെ എന്തിനാന്ന് അവർക്ക് പോലും കൊച്ചിനോട് വന്ന് അമ്മ എന്നെ പപ്പ തല്ലി. എന്തിനാന്ന് എനിക്കും. അമ്മ പറഞ്ഞു എന്തേലും കുഴപ്പം കാണും, നമുക്ക് പ്രാർത്ഥിക്കാടാ. ചുമ്മാ ഇരിക്കുമ്പോ നിന്നെ എന്തേലും ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ പുള്ളി ഇളകുന്നുണ്ട്. ഇന്ന കാര്യത്തിനാ ശിക്ഷിക്കുന്നുണ്ട് പറയണ്ടേ? സ്തോത്രം. കാര്യം പറയണം. നീ 10 രൂപ മോട്ടിച്ചു, അതിനാ നിന്നെ തല്ലുന്നത്. ഇനി ആവർത്തിക്കരുത്. നീ അല്ലേ അമ്മയെ അനാവശ്യം പറഞ്ഞു, ആവർത്തിക്കരുത്. നീ അല്ലേ വല്യപ്പനെ പോക്കറി കാണിച്ചു, അതിന്റെ കാര്യം പറഞ്ഞു വേണം ശിക്ഷിക്കാൻ. അത് പടികൊണ്ടേ അടിക്കാവൂ. വെട്ടുകത്തിയുടെ മാടിന് കൊച്ചിനിട്ട് അടിക്കുക. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു, മടല് കീറിക്കൊണ്ടിരിക്കുക. മോളോടൊരു കാര്യം പറഞ്ഞു, ഒറ്റയേറ് വെട്ട് കത്തിക്കുക. അവിടെ കാലിന്റെ ഈ ഞരമ്പ് കത്തിപ്പോയി. എന്തോ ബോധമൊക്കെ കിടക്കുകയാണ്. അവര് ഒരു പ്രത്യേക രീതിയാണ്. അടുക്കളയിൽ അങ്ങനെ പെരുമാറി കണ്ടപ്പോ മോളോട് പറഞ്ഞടി അതൊന്ന് ചെയ്യാൻ പറഞ്ഞു. അവള് ചെയ്തില്ല. സ്പൂണിനൊരു കുത്ത്, കൈ അങ്ങ് കിഴിഞ്ഞു പോയി. എന്നെ ബോധക്കേടൊക്കെയാണ്. അങ്ങനെ ചെയ്യരുത്. വടി കൊണ്ടടിക്കണം. അങ്ങനെ ഒന്നുകൂടെ വായിച്ച വാക്യം. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന്. വടി കൊണ്ടടിക്കണം. വടി കൊണ്ടേ അടിക്കാം. സ്തോത്രം. ഇനി അടുത്തത്, ഈ ശിക്ഷ കൊടുത്ത് വളർത്തിയാനുള്ള ഗുണം എന്നാ? കുഞ്ഞുങ്ങൾക്ക് ശിക്ഷ കൊടുത്ത് വളർത്തിയാനുള്ള ഗുണം ഒരു വാക്യം ഒന്ന് വായിച്ച. ഗുണം എന്നാണ്? നിങ്ങള് ഒന്ന്, ജ്ഞാനം ലഭിക്കും കുഞ്ഞുങ്ങൾക്ക്. 29-ാം അധ്യായത്തിന്റെ 15 വായിച്ച സദൃശവാക്യം. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകും. അപ്പോ ശ്രദ്ധിക്കുക, വടിയും ശാസനയും. അപ്പൊ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും. തന്നെയല്ല 29-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവിടെ ആശ്വാസവും പ്രമോദവും. നിന്റെ മകനെ ശിക്ഷിക്കുക,
അവൻ നിനക്ക് ആശ്വാസമായി തീരും. നിന്റെ മകനെ ശാസിക്കണം, ശിക്ഷിക്കണം. എന്തുവാ? അവൻ നിനക്ക് ആശ്വാസമായിരിക്കും. അടുത്ത പദവും കൂടെ വായിര്. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ആശ്വാസവും പ്രമോദവും വരുത്തും കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തിയ. സ്നേഹിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, ലാളിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ലാളിക്കണം, ശാസിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം. ഇത് വേറെ പുസ്തകത്തിന്റെ പ്രമാണമാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ എല്ലാ നിർബന്ധത്തിനും തുള്ളരുത്. എല്ലാ നിർബന്ധത്തിനും തുള്ളരുത്. തുള്ളിയാലത് പിന്നെ ദോഷമാകും. പിള്ളേരെ അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ നമുക്ക് നിർബന്ധ ബുദ്ധി. അപ്പൊ അവരെ ഉപദ്രവിക്കാതെ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. മോനെ മോളെ, നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്കിത് പറ്റത്തില്ല. അപ്പൊ കൊച്ചുങ്ങൾ ഇപ്പൊ നല്ല ബുദ്ധിയുള്ള കുഞ്ഞാ എന്ന് പറയും. എന്നിട്ട് ആ പാസ്റ്ററുടെ മോൻ അല്ലെങ്കിൽ ആ സെക്രട്ടറിയുടെ മോൻ അല്ലെ ആ ട്രഷാറിന്റെ മോൻ, ആ പഴയ പെന്തിക്കോസുകാരുടെ പിള്ളേർ അങ്ങനല്ല. നമ്മൾ പറയണത് അവരും ദൈവവും കൂടെ തീർക്കട്ടെ. വേദപുസ്തകം പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. നമുക്കിത് പാടില്ല. ഇതാണ് ഇതിന്റെ. അത് സൗമ്യമായിട്ട് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങളോട്. സ്തോത്രം. പിള്ളേരെ ശിക്ഷിച്ചും ശാസിച്ചും വളർത്തണം. അങ്ങനെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് ആ ഭാഗം അങ്ങ് നിർത്തുക. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ കാച്ചിൽ നെട്ടുവച്ച് പോയ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. മാതാപിതാക്കൾക്കും മുമ്പേ ആ കാര്യവാക്യം ഇവിടെ പറഞ്ഞു. മാതാപിതാക്കള് അവരെ പോറ്റി വളർത്തണം. പിള്ളേരെ അങ്ങനെ പോറ്റി വളർത്തണമെന്നല്ല. ഞാനിപ്പോൾ ആ കാര്യം ഓർത്തത് പോറ്റിയോടൊന്ന് പറഞ്ഞ പാഷ പറഞ്ഞപ്പം ഞാനും ഇങ്ങനെ ഓർക്കായിരുന്നു, ആരെ കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിക്കുന്നെന്ന്. പോറ്റി വളർത്തുന്ന കാര്യമല്ല പറഞ്ഞത്. വായിച്ചേ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു. എഫേസ്യ ലേഖനം. കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അങ്ങനെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വളർത്തണമെന്ന, അവര് വളരുമെന്നല്ല. അവരെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ട്. വളർത്തണം. സ്തോത്രം. അതെ, ദീർഘമാക്കുന്നില്ല. കുഞ്ഞുങ്ങളോട് വേറെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളോട് വേറെ പുസ്തകത്തിലെ കാര്യം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. ആവർത്തനം 6:7 വായിച്ചേ. ഏതായാലും 2 മിനിറ്റ് പോയെന്നറിയാം, ഗുണമാകുന്നെങ്കിൽ ഇന്ന് രാത്രി ഗുണമാകട്ടെ. വായിക്കുകയല്ലേ? മൈക്ക് കൂടെ വായിക്കും. മൈക്ക് അങ്ങോട്ട് കൊടുത്തു. മൈക്ക് കൂടെ വായിക്കും. മൈക്ക് പിന്നെ എന്തിനാ തന്നേക്കുന്നത്? മൈക്ക് കൂടെ വായിക്കാൻ. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന്, ഇസ്രായേൽ 7-ാം വാക്യം 6:7. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. പിള്ളേരോട് വേറെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞു കൊടുക്കണം. ഇത് അങ്ങനല്ലല്ലോ കൊച്ചുങ്ങൾക്ക്. നിന്റെ അപ്പന്റെ വീട്ടുകാരൊന്നും ചെയ്തിട്ടില്ല, നിനക്കറിയാൻ മേല. ഞാൻ പെറ്റ് കിടന്നപ്പോ എന്റെ വീട്ടുകാരാ കൊച്ചുങ്ങൾക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുക. നിന്റെ അപ്പന്റെ മൂത്ത പെങ്ങളുണ്ടല്ലോ, അവളെ എനിക്ക് കണ്ണെടുത്ത് എന്റെ മരണം വരെ അടിച്ചതിനകത്ത് ഞാൻ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നശിച്ചവളെ നീ ദൈവവചനം പറഞ്ഞു കൊടുക്കുക.
കൊച്ചുങ്ങൾക്ക് കുരുക്കും കുഞ്ഞാനി ഒപ്പിച്ചു കൊടുക്കാതെ പറഞ്ഞു കൊടുക്കുക. 23-ാം സങ്കീർത്തനം മനപ്പാഠം പഠിക്കണം. സ്തോത്രം 91 പഠിക്കണം. ഇതല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുക, വാവുകുട്ടി പാസ്റ്റർ പറഞ്ഞങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് അല്ലേലും അങ്ങനെ ഉള്ളതാ. കൊച്ചുങ്ങൾക്ക് കുരുക്കല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. സ്തോത്രം. നിന്റെ അപ്പന്റെ കൂട്ടരോട് ഞാൻ മിണ്ടുകയല്ല, നീയും മിണ്ടിപ്പോയത്. അപ്പുറത്തുകാരോട് ഒരു കാരണവശാലും നമ്മൾ മിണ്ടിയേക്കരുത്. അവരാണ് നമ്മുടെ അതിര് തർക്കം ഉണ്ടായത്. നിനക്ക് നന്മയുണ്ടായാലും ഒരു അക്ഷരം മിണ്ടിയേക്കരുത്. ഇതാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. നിന്റെ വല്യമ്മ ആരാന്നറിയാമോ? പൊന്നുമോള്. വല്യമ്മയുടെ ചരിത്രം ഒന്നും ഞാനിപ്പം നിന്നോട്, നീ കൊച്ചായതുകൊണ്ട് എന്തിനാ ഇനിയും പറഞ്ഞാൽ മതിയല്ലോ. മിണ്ടുന്നില്ലല്ലോ. പിന്നെ എന്നെ മുഖത്തൊരു വ്യത്യാസക്കേട്. സ്തോത്രം. അപ്പന്മാരും അങ്ങനെ ആയിരിക്കണം. അമ്മയുടെ കുറ്റമല്ല മോനോട് പറഞ്ഞു കൊടുക്കണ്ട, മോളോട് പറഞ്ഞു കൊടുക്കണ്ട. നിന്റെ അമ്മ ആരാന്നറിയാമോ? ഞാനായതുകൊണ്ടാണ് ഇവളെ ഇങ്ങനെ കൂടെ. കൊച്ചനോട് പറഞ്ഞു കൊടുക്കുക. നീ ജനിക്കുന്നതിന് മുന്നേ ഇവള് ചെയ്തതല്ല. നീ പ്രായമാകട്ടെന്നോർത്താ ഞാൻ ഇത്രയും നാളും കടിച്ചു പിടിച്ച്. നീ രക്ഷപ്പെടുകയല്ല, ശരിയാകത്തുമില്ല. അപ്പനാന്നേലും കൊള്ളാം, അമ്മയാന്നേലും കൊള്ളാം, കുഞ്ഞുങ്ങൾക്ക് വേറെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. അവസരം കിട്ടുമ്പോ അവരെ തിരുവചനം പഠിപ്പിക്കണം. അല്ലാതെ അവരുടെ ഇവരുടെയും കുറ്റവും അവരും പോയതും വന്നതും ഒന്നും അല്ല പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണ്ട. എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടാ ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ജോഷുവായോട് ഇന്ന് വരെ ഈ സമയം വരെ ആരുടെ ഒരു കാര്യം പറയുകയില്ല. വേദപുസ്തകം പിടിച്ചോണ്ടാ പറ. നല്ല പ്രാഗൽഭ്യം. ഞാൻ ചെന്നാണ്ടേക്കുന്ന പ്രാർത്ഥിച്ചോ, വേദപുസ്തകം വായിച്ചോ, ഒക്കെ ഞാൻ ചോദിക്കൂ. എന്നാ എന്തെല്ലാം ചരിത്രം എനിക്കറിയാം, പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളെക്കാൾ നല്ല ചേരുമ്പടി ഉയർത്തിയാണ് ഞാൻ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. എന്റെ കണ്ണടയെന്ന് വരെ പറയത്തില്ല. അതാ എന്റെ തീരുമാനം. നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം. ആരുടെ കുറ്റം കുഞ്ഞുങ്ങളോട് പറയരുത്. അപ്പന്റെ കുറ്റമാണെങ്കിലും അമ്മയുടെ കുറ്റമാണെങ്കിലും അമ്മ വീട്ടുകാരുടെ കുറ്റമാണെങ്കിലും അപ്പം വീട്ടുകാരുടെ കുറ്റം ഇതൊന്നും പറയരുതെന്ന്. മനുഷ്യനാ തെറ്റും കുറ്റവും അപാകതയൊക്കെ. ഇത് കൊച്ചുങ്ങളെ കൈ കിട്ടിയ ഉടനെ ഇഞ്ചക്ഷനാ കുത്തിവെച്ചു കൊടുക്കുക. അവസാനം നിനക്ക് തന്നെ അത് വിനയാകും. ആട്ടെ, ഇന്ന് അങ്ങ് നിർത്തുക. പിന്നീട് ഒരിക്കല ഇനിയുണ്ടല്ലോ ഇതുപോലെ യോഗങ്ങൾ. ബാക്കി അന്നേരം തരാം. സ്തോത്രം. നല്ല കാര്യം പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. വേറെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങളെ സന്ധിക്ക് അടുത്തിരുത്തി ഉപദേശം പറഞ്ഞു കൊടുക്കുക. മോനെ, പ്രായമുള്ളവർ വരുമ്പോ എഴുന്നേക്കണം, അവര് ബഹുമാനം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കൊച്ചുങ്ങളോട്. അപ്പച്ചൻ ഇരിക്കും, അപ്പച്ചൻ തന്നെ ഇരിക്കാന്ന് അതിലെ ഓടിച്ചാടി നടക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാം. ഒറ്റയടിക്ക് കനാലിൽ കലടാ വല്യപ്പനെ അയാളെ കയറി ഇരിക്കുക. എനിക്കോ തല്ലാൻ ഒക്കുന്നില്ല, നീ പുറകാലിന് അടി അടിച്ചേക്കണം. അയാൾ നാട് ഓടിഞ്ഞ അവിടെങ്ങാനും. പത്യോപദേശം പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങളോട്. വേറെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ ഇവരുടെയും കുറ്റം അവരും പോയതും വന്നതും ഒന്നും കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കരുതെന്ന്. സ്തോത്രം. എന്നിട്ട് ആരോടും പറയരുത്. മമ്മി ഇത് പറഞ്ഞെന്ന് ആരോട് പറയരുത്. പപ്പ ഇത് പറഞ്ഞെന്ന് ആരോട് പറയരുത്. എങ്ങാനും പറഞ്ഞ എന്റെ ജീവിതം ഇതോടെ ഇതാന്നാ ജീവിതം. പാടില്ല. സ്തോത്രം. ഉപദേശം പറഞ്ഞു കൊടുക്കുക. വേറെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. ആത്മിക കാര്യം പറഞ്ഞു കൊടുക്കുക. അമ്മായിമ്മമാരാണെങ്കിലും മരുമകളുടെ കുറ്റം പിള്ളേരോട് പറയരുത്. നിന്റെ അമ്മേനെ നിനക്ക് അറിയത്തില്ല, ഞാനായതുകൊണ്ടാ, വല്യമ്മച്ചിയായ ഞാൻ ഉള്ളത് കൊണ്ട് നീ കഞ്ഞി കുടിച്ച് ഉരുക്കൊപ്പിക്കരുത്. ആരും ഒന്നും പറയരുത്. പറയുന്നവരെല്ലാം തിരുവചനം പഠിപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല, കുഞ്ഞുങ്ങൾക്ക് ഒരു നാശവും വരികയില്ല. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഒരല്പസമയം ഞാൻ കവർന്നെടുത്തു എങ്കിലും അത് അനേകർക്ക് ഗുണമായി തീരട്ടെന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആവശ്യങ്ങൾ ദൈവം പ്രവർത്തിക്കട്ടെ. അവരുടെ ഭാവി ധന്യകരമാകട്ടെ. വിശേഷിച്ച് ഞാന് വേണ്ടി സ്തോത്രം ചെയ്യാ. ദൈവകൃപ ചൊരിയട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ.
ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് കാത്ത് കൃപയീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കാത്തു കൃപയീ കാലം മുഴുവൻ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ള നീറും നേരം കലങ്ങി ഓ അരികിൽ വന്നേകി ആശ്വാസം അരികിൽ കൈയടിച്ചു ഈ അമ്മേ മമ മണാള നിൻ പ്രേമത്താലേ മമ മണ ഓ നിൻ പ്രേമത്താലേ ഓ നിറയുന്നേയനുള്ള ഇന്നേര നിറയുന്നേയൻ ഓ കാത്തു കൃപയീ